പ്രിയഭക്തരെ, നമ്മളിൽ പലരും ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പെടാറുണ്ട്, അല്ലേ? എത്ര അധ്വാനിച്ചിട്ടും ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത അവസ്ഥ. പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്നില്ല. സമാധാനം പടിവാതിൽക്കൽ പോലും എത്തുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന് ചില നിയമങ്ങളുണ്ട്. പ്രകൃതിക്ക് ചില കണക്ക് പുസ്തകങ്ങളുണ്ട്. നമ്മൾ പോലും അറിയാതെ ചെയ്തു പോകുന്ന ഒരു വലിയ തെറ്റ് അഥവാ ഒരു മഹാപാപം നമ്മുടെ സകല പുണ്യങ്ങളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ ഈ നിമിഷം പോലും നിങ്ങൾ ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാകാം. പണ്ട് നടന്ന ഒരു കഥയിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. വർഷങ്ങൾക്ക് മുൻപ് കാശിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഭക്തനായ ഒരു മനുഷ്യൻ താമസിച്ചിരുന്നു. എല്ലാവരും അയാളെ മാതൃകയാക്കിയിരുന്നു. നിത്യവും ക്ഷേത്രദർശനം, ദാനധർമ്മങ്ങൾ, ആരോടും പരിഭവമില്ലാത്ത പെരുമാറ്റം. പക്ഷേ അയാളുടെ കുടുംബം മാത്രം എപ്പോഴും കഷ്ടപ്പാടിലായിരുന്നു. രോഗങ്ങൾ, സാമ്പത്തിക തകർച്ച, വീട്ടിൽ എപ്പോഴും കലഹം. ഒരിക്കൽ അയാൾ ദൈവത്തോട് കരഞ്ഞു ചോദിച്ചു, ഭഗവാനെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ? ഒടുവിൽ ഒരു ജ്ഞാനിയായ സന്യാസി ആ ഗ്രാമത്തിലെത്തി. തന്റെ സങ്കടങ്ങൾ ആ മനുഷ്യൻ സന്യാസിയുടെ മുന്നിൽ നിരത്തി. സന്യാസി ഒരു നിമിഷം കണ്ണടച്ചിരുന്നു. എന്നിട്ട് അയാളോട് ഒരു ചെറിയ ചോദ്യം ചോദിച്ചു. നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാറുണ്ടോ? ആ മനുഷ്യൻ അഭിമാനത്തോടെ പറഞ്ഞു, ഉണ്ട് സ്വാമി. ഞാൻ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് കരുതി ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അപ്പോൾ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നീ ചെയ്ത നന്മകളുടെ ബലം ആ നിമിഷം തന്നെ തീർന്നുപോയി. നീ ചെയ്തത് പുണ്യമല്ല, നിന്റെ അഹങ്കാരത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു പ്രദർശനം മാത്രമായിരുന്നു. ഇതിനെയാണ് ശാസ്ത്രങ്ങൾ ഗുപ്തദാനം അഥവാ രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്ന പാപം എന്ന് വിളിക്കുന്നത്. ആ മനുഷ്യൻ അന്ന് തിരിച്ചറിഞ്ഞ ആ സത്യമാണ് ഇന്ന് നമുക്കും അറിയേണ്ടത്. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു സഹായം പോലും 10 പേരെ അറിയിക്കുമ്പോൾ അവിടെ നമ്മുടെ ഞാൻ എന്ന ഭാവമാണ് വളരുന്നത്. ആ അഹങ്കാരം നമ്മളിലേക്ക് നെഗറ്റീവ് ഊർജ്ജത്തെ ക്ഷണിച്ചുവരുത്തുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരു വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും അത് ക്യാമറയിൽ പകർത്താൻ നമ്മൾ മത്സരിക്കുന്നു. സഹായം സ്വീകരിക്കുന്നവന്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നേടുന്ന ആ ലൈക്കുകൾ വാസ്തവത്തിൽ നമ്മുടെ പുണ്യത്തെ കാർന്നുതിന്നുകയാണ്. വേദങ്ങളിൽ പറയുന്നുണ്ട്, വലതുകൈ കൊടുക്കുന്നത് ഇടതുകൈ അറിയരുത് എന്ന്. കാരണം ഈ പ്രപഞ്ചം നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട്. മനുഷ്യരുടെ കയ്യടിക്കുവേണ്ടി നിങ്ങൾ ചെയ്യുന്ന പുണ്യം മനുഷ്യരോടുള്ള കടപ്പാടായിത്തീരുന്നു. അത് ഈശ്വരനിലേക്ക് എത്തുന്നില്ല. മറ്റൊരു പ്രധാന കാര്യം നമ്മൾ അറിയാതെ ചെയ്യുന്ന നിന്ദയാണ്. ഒരാളെ അയാളുടെ അവസ്ഥയെ നോക്കി പരിഹസിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണ്. ഓരോ ജീവിയിലും വസിക്കുന്നത് ആ പരമാത്മാവ് തന്നെയാണെന്ന് നമ്മൾ മറന്നുപോകുന്നു. നമ്മൾ പ്രാർത്ഥനാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും പുറത്ത് വിശന്നു വലഞ്ഞ ഒരുവൻ വിളിക്കുന്നതും ഒരേ ദൈവത്തെ തന്നെയാണ്. അത് നമ്മൾ കാണുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തർത്ഥമാണുള്ളത്? ജീവിതത്തിലെ തടസ്സങ്ങൾക്ക് കാരണം നമ്മുടെ കർമ്മഫലങ്ങൾ തന്നെയാണ്. ഭൂമിയിലേക്ക് നമ്മൾ വന്നത് വെറും കൈയോടെയാണ്, പോകുന്നതും അങ്ങനെ തന്നെ. ഇടയിലുള്ള ഈ കാലയളവിൽ നമ്മൾ സമ്പാദിക്കേണ്ടത് മറ്റുള്ളവരുടെ മനസ്സിലെ പ്രാർത്ഥനയും സ്നേഹവുമാണ്. പക്ഷേ അത് പ്രദർശന വസ്തുവാക്കരുത്. നിശബ്ദമായി ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കും സഹായത്തിനുമാണ് പ്രപഞ്ചം ഏറ്റവും വലിയ പ്രതിഫലം നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും, ഞാനിനി എന്തു ചെയ്യണമെന്ന്. അധികമൊന്നുമില്ല. ഇന്നു മുതൽ ഒരു കാര്യം തീരുമാനിക്കുക. നിങ്ങൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്താൽ അത് ആരോടും പറയരുത്. അത് നിങ്ങളുടെയും ദൈവത്തിന്റെയും ഇടയിലുള്ള ഒരു രഹസ്യമായിരിക്കട്ടെ. ആ നന്മയുടെ സംതൃപ്തി നിങ്ങളുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങട്ടെ. ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മനസ്സിന് ലഭിക്കുന്ന സമാധാനം, തടസ്സങ്ങൾ നീങ്ങുന്നത്, ഇതെല്ലാം ആ രഹസ്യപുണ്യത്തിന്റെ ഫലമായിരിക്കും. ഓർക്കുക, ഈ ജീവിതം ഒരു ചെറിയ യാത്രയാണ്. ഇവിടെ ആരും വലിയവരല്ല, ആരും ചെറിയവരുമല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു വിത്താണ്. അഹങ്കാരത്തിന്റെ വിത്താണെങ്കിൽ അത് മുള്ളുകളായി പടരും. സ്നേഹത്തിന്റെയും എളിമയുടെയും വിത്താണെങ്കിൽ അത് തണലേകുന്ന മരമായി വളരും. മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. നന്മകൾ രഹസ്യമായി ചെയ്യുക. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ഈ ലോകത്ത് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനം പണമല്ല, മറിച്ച് സഹാനുഭൂതിയും സ്നേഹവുമാണ്. ഇന്ന് ഈ വീഡിയോ കണ്ടുതീരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആരോടെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരോട് മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കുക. ചെയ്ത തെറ്റുകൾ തിരുത്തി പുതിയൊരു തുടക്കം കുറിക്കുക. ഇരുളടഞ്ഞ പാതയിൽ ഒരു ചെറിയ മെഴുകുതിരി വെട്ടം പോലും വലിയ മാറ്റമുണ്ടാക്കും.
നിങ്ങളുടെ ആ ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കട്ടെ. നന്മകൾ മാത്രം ചിന്തിക്കുക, നന്മകൾ മാത്രം പ്രവർത്തിക്കുക. ലോകം മുഴുവൻ സന്തോഷത്തോടെയിരിക്കട്ടെ. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.